ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ലിഗ പ്രോസസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സർഫസ് മൈക്രോ മെഷീനിങ്, ബൾക്ക് മൈക്രോ മെഷീനിങ്, അവിടെ തന്നെ ഡിഫറെൻറ്റ് എച്ചിങ് ടെക്നിക്സ് ഇതൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ലിഗ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ദാൻ യുവർ കൺവെൻഷണൽ മൈക്രോ മാനുഫാക്ചറിങ്. ആ ഒരു ലിഗ എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി 3 വേർഡ്സ് നിന്നാണ് വന്നിട്ടുള്ളത്. ജർമ്മൻ വേർഡ്സാണ് ലിത്തോഗ്രാഫി, ഗാൽവനോഫോമങ് ആൻഡ് അബ്ഫോമങ്. ലിത്തോഗ്രാഫി നമുക്കറിയാം. ഗാൽവനോഫോമങ് എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അബ്ഫോമങ് എന്ന് പറയുന്നത് മോൾഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് മെറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മോൾഡ്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യാൻ പറ്റും. നല്ല ഡെപ്തിൽ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് വി വിൽ യൂസ് എക്സ്റേ ലിത്തോഗ്രാഫി. എക്സ്റേ സോഴ്സ് വേണം. അവിടെ എക്സ്റേ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ ഡിസൈഡ് പ്രോഡക്ട്സിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഫാബ്രിക്കേഷൻ ടെക്നിക് യൂസ് ചെയ്യാം. ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ലിഗ പ്രോസസ്. ഇതിന് ആ ഒരു പ്രോസസ്സ് നോക്കാം. നമുക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് നോക്കുക. ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ട്യൂബാണ്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബേസ് എടുക്കുക. ബേസ് സബ്സ്ട്രേറ്റ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. ബിക്കോസ് ഇവിടെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ ഇത് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. എനിവേ ഈ ഒരു സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിന് മുകളിൽ റെസിസ്റ്റ് കോട്ട് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റ് എന്ന് പറയുന്നത് PMMA ആണ്, പോളിമിഥൈൽ മെത്താക്രിലേറ്റ്. എക്സ്റേയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റെസിസ്റ്റ് വേണം അവിടെ സെലക്ട് ചെയ്യാനുള്ളത്. ഡിസൈഡ് തിക്നെസ്സിൽ റെസിസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്ത് എച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു മാസ്ക് യൂസ് ചെയ്യാം. അവിടെ സെൻറ്റർ പോർഷനിലാണ് എച്ചിങ് നടക്കുക. ആക്ച്വലി ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്ത് എച്ച് ചെയ്യാൻ വി വിൽ യൂസ് എ സിലിക്കൺ നൈട്രേറ്റ് മാസ്ക്. അതിൽ കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് ഓപ്പൺഡ് ആണ്. അതിൽ കൂടി എക്സ്റേ പാസ് ചെയ്യും. കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അത്രയും പോർഷൻ ഗോൾഡ് വെച്ച് പ്ലേറ്റ് ചെയ്യും. അവിടെ മാസ്കിൽ ഗോൾഡ് പ്ലേറ്റിംഗ് ഉള്ള സ്ഥലത്ത് കൂടി എക്സ്റേ താഴോട്ട് പാസ് ചെയ്യത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത ഏരിയയിൽ കൂടി മാത്രം എക്സ്റേ പാസ് ചെയ്യും. താഴെ റെസിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യും. റെസിസ്റ്റ് എന്ന് പറയുന്ന സോളുബിളായിട്ട് മാറും. നമുക്ക് ഈസിലി അത് റിമൂവ് ചെയ്യാം. ഹൈ പെനിട്രേഷൻ ഡെപ്ത് ഉണ്ട് എക്സ്റേക്ക്. അതിന് വേണ്ടിയിട്ടാണ് എക്സ്റേ യൂസ് ചെയ്യുന്നത് തന്നെ. ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെവലപ്പ് ചെയ്യാം. സോഫ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യാം. അത്രയും വോയിഡ് സ്പേസ് നമുക്ക് കിട്ടും. ദെൻ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വോയിഡ് സ്പേസിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തണം. ഡിസൈഡ് തിക്നെസ്സിൽ വേണം സൈഡ് വോൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, റിക്വയർഡ് തിക്നെസ്സിൽ സൈഡ് വോൾസ് എല്ലാം കോട്ട് ചെയ്തതിന് ശേഷം വി ക്യാൻ ഫൈനലി റിമൂവ് ദ റെസിസ്റ്റ് മെറ്റീരിയൽ. ഇനി റെസിസ്റ്റിൻ്റെ ആവശ്യമില്ല. റിമൈനിങ് റെസിസ്റ്റ് കൂടി നമ്മൾ റിമൂവ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് ദ പ്രോഡക്റ്റ്. പോളിഷ് ചെയ്തതിന് ശേഷം ആ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് നമുക്ക് ഡിറ്റാച്ച് ചെയ്തെടുക്കാം, റിമൂവ് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് 3D സ്ട്രക്ചേഴ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു വീഡിയോ കാണിക്കുക. അവിടെ മൈക്രോ ഗിയേഴ്സ് ഫോം ചെയ്യുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൂടി ശ്രദ്ധിക്കുക. ലിഗ പ്രോസസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവിടെ എടുക്കുന്ന ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം.
ബിക്കോസ് അവിടെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്നുണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുമ്പോൾ സബ്സ്ട്രേറ്റ് ആണ് വൺ ഓഫ് ദ ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുക. അവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യേണ്ടത് സബ്സ്ട്രേറ്റ് ആണ്. സിലിക്കൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കൻ്റെ ടോപ്പ് ലെയർ ഷുഡ് കവേർഡ് വിത്ത് സം കണ്ടക്റ്റിംഗ് മെറ്റൽസ്. ബെറ്റർ കണ്ടക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവിടെ മെറ്റൽ ഫിലിം കോട്ട് ചെയ്യുന്നത് സിലിക്കണിന് മുകളിൽ. അതേപോലെ തന്നെ ഗ്ലാസ് പോലും നമുക്ക് എടുക്കാം, ബട്ട് ഗ്ലാസ്സിന് മുകളിൽ കണ്ടക്റ്റിംഗ് മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ദെൻ അവിടെ യൂസ് ചെയ്യേണ്ട ഫോട്ടോ റെസിസ്റ്റിൻ്റെ ക്വാളിറ്റീസ് നോക്കാം. ഇറ്റ് ഷുഡ് ബി സെൻസിറ്റീവ് ടു എക്സ്റേ, ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റേ സോഴ്സാണ്. എക്സ്റേ അപ്ലൈ ചെയ്യുന്ന പോർഷൻ മാത്രം റിയാക്ട് ചെയ്ത് സോഫ്റ്റായിട്ട് മാറണം. ഹൈ റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം, തെർമലി സ്റ്റേബിൾ ആയിരിക്കണം, ഹൈ ടെമ്പറേച്ചർ പോലും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അൺഎക്സ്പോസ്ഡ് പൊസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എക്സ്റേ അപ്ലൈ ചെയ്യാത്ത പോർഷൻ അതേപോലെ തന്നെ നിൽക്കണം, എച്ച് ചെയ്ത് പോകാൻ പാടില്ല. എങ്കിൽ മാത്രമേ ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ഓഫ് റെസിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ട്രേറ്റിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന റെസിസ്റ്റ് മെറ്റീരിയൽസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. കോമൺലി യൂസ് ചെയ്യുന്നത് PMMA ആണ്. ആ ഒരു ടേബിൾ ചെക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ലെയേഴ്സും നമുക്ക് റെസിസ്റ്റായിട്ട് സെലക്ട് ചെയ്യാം. ഹൈ റെസൊല്യൂഷനുള്ള റെസിസ്റ്റാണ്. നെക്സ്റ്റ് അവിടെ കാണിച്ചിരിക്കുന്നത് ബേസിക് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് കാഥോഡായിട്ട് കീപ്പ് ചെയ്യണം. അവിടെ നടക്കുന്ന ഇലക്ട്രോളിസിസ് ആണ്. സബ്സ്ട്രേറ്റ് കാഥോഡായിട്ട് കീപ്പ് ചെയ്യുന്നു. ഒരു കൗണ്ടർ ഇലക്ട്രോഡുണ്ട്, അത് ആനോഡാണ്. കാഥോഡിനും ആനോഡിനും ഇടയ്ക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. കോമൺലി നിക്കലാണ് പ്ലേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ സോഴ്സ് NaCl2 സൊല്യൂഷൻ എടുക്കുന്നു. വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അയണൈസേഷൻ നടക്കും. പ്രൊഡക്ഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്, നിക്കൽ അയോൺസ് എന്ന് പറയുന്നത് കാഥോഡിലോട്ട് മൂവ് ചെയ്യും. അവിടെ 2 ഇലക്ട്രോൺസ് ക്യാപ്ചർ ചെയ്യും, നിക്കൽ ഡെപ്പോസിറ്റ് ആവും. ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുമ്പോൾ ഹൈഡ്രജൻ അയോൺസും കാഥോഡിലോട്ട് മൂവ് ചെയ്യാം. അവിടുന്ന് ഇലക്ട്രോൺസ് ക്യാപ്ചർ ചെയ്ത് ഹൈഡ്രജൻ ബബിൾസ് ഫോം ചെയ്യാം. ഹൈഡ്രജൻ ബബിൾസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിക്കൽ കോട്ടിംഗ് ഇറഗുലറായി പോവും. അപ്പോൾ യൂണിഫോം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബബിൾസ് ഫോം ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് pH വാല്യൂ കൺട്രോൾ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അവിടെ കാണിച്ചിരിക്കുന്നത് ലിഗ പ്രോസസ് ബ്ലോക്ക് ലെവൽ റെപ്രസെൻറ്റേഷനാണ്. നിങ്ങൾ അതുകൂടി വരച്ചിരിക്കണം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡീപ്പ് എക്സ്റേ ലിത്തോഗ്രാഫി. നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റേ സോഴ്സാണ്. ഹൈ പെനട്രേഷൻ ഡെപ്തിന് വേണ്ടിയിട്ടാണ് എക്സ്റേ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഡിസൈഡ് സ്ട്രക്ചറിനനുസരിച്ച് ആദ്യം ഒരു വോയിഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ മാസ്ക് യൂസ് ചെയ്ത് എക്സ്റേ അപ്ലൈ ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. ദെൻ അതിനുശേഷം ആ ഒരു വോയിഡ് സ്പേസിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യും. ഡിസൈഡ് മെറ്റൽസ് സൈഡ് വോൾസിലോട്ട് ഡയറക്റ്റ് ചെയ്യും. സ്ട്രക്ചർ ഫോം ചെയ്തതിന് ശേഷം റിമൈനിങ് റെസിസ്റ്റ് കൂടി റിമൂവ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് ദ മെറ്റൽ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോൾഡായിട്ട് യൂസ് ചെയ്യാം. അതായത് സോഫ്റ്റ് ജെല്ലി പ്ലാസ്റ്റിക്സ് നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത്, ഇത്തരം മോൾഡ്സ് ഇഞ്ചെക്റ്റ് ചെയ്ത് ഡിസൈഡ് ഷേപ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ 3 ഫാബ്രിക്കേഷൻ ടെക്നിക്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് വൺ ബൾക്ക് മാനുഫാക്ചറിങ്. അവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബൾക്ക് സബ്സ്ട്രേറ്റ് ആണ്. ഡിഫറെൻറ്റ് എച്ചിങ് ടെക്നിക്സ് യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ബട്ട് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിലിക്കൺ വേസ്റ്റേജ് വളരെ കൂടുതലാണ്, സബ്സ്ട്രേറ്റ് ലോസ് വളരെ കൂടുതലാണ്. ബട്ട് അതൊരു ചീപ്പ് പ്രോസസ്സാണ്. ആസ്പെക്ട് റേഷ്യോ ലിമിറ്റഡ് ആണ്, അത് മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മെറ്റീരിയൽ ലോസും ആസ്പെക്ട് റേഷ്യോ വളരെ ലിമിറ്റഡ് ആണ്. ബെറ്റർ ആസ്പെക്ട് റേഷ്യോയ്ക്ക് വേണ്ടി നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോകാം. അവിടെ മെറ്റീരിയൽ ലോസ് ഇല്ല, സിലിക്കൺ വേസ്റ്റേജ് ഇല്ല, ബെറ്റർ ആസ്പെക്ട് റേഷ്യോ ഉണ്ട്, ബട്ട് സ്റ്റിക്ഷൻ പോലെയുള്ള മെക്കാനിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച ലിഗ പ്രോസസ് ആണ്. അവിടെ ഹൈ ആസ്പെക്ട് റേഷ്യോ ആണ്, ബെറ്റർ സൈഡ് വോൾസ് കിട്ടും, ബെറ്റർ 3D ജിയോമെട്രി കിട്ടും. ബട്ട് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അത് കോസ്റ്റ്ലി ആണ്, ബിക്കോസ് എക്സ്റേ സോഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മെറ്റൽ ട്യൂബ്സും മെറ്റൽ പ്രോഡക്ട്സുമാണ്. ദെൻ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം, ബിക്കോസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അവിടെ വേണ്ടി വരുന്നുണ്ട്.